അവനെയും ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അവനി എൻ്റെ ബന്ധുവായതുകൊണ്ട് മാത്രം ഇത്ര ക്ലോസ് ആവാൻ കഴിയില്ല. മറ്റെന്തോ ഒന്നുണ്ട്. എനിക്കിപ്പം തന്നെ അവനിയോട് അത് ചോദിക്കണം. അവനി ചേട്ടാ, അവനി അവനി എന്റെ ലാപ്ടോപ്പില് നമ്മുടെ ഫോട്ടോസ് കണ്ടു. അതെ ഏട്ടാ. നമ്മൾ രണ്ടുപേരും ബന്ധുക്കൾ മാത്രമോ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമോ അല്ല, കുറച്ചുകൂടെ ക്ലോസ് ആയിരുന്നു എന്നാ തോന്നിയത്. ഈസ് സംതിങ് ദർ? എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങള് കുറച്ചായിട്ട് ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ദയവേത് എന്നോടൊന്ന് പറ, കള്ളം പറയരുത്, സത്യം പറയാവനി. ഏട്ടൻ ഫോട്ടോസ് കണ്ട് ഇങ്ങനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഏട്ടനെ മുമ്പ് ഒരുപാട് തവണ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു സ്പർശനം കൊണ്ട് ഏട്ടന് ഓർമ്മ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ ഈ ആലോചിക്കുന്നേ? പറയാവനി. അവനി അവനി എന്താ ഇത്? നീ എന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ എന്നെ ഒരുപാട് തവണ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഏട്ടാ. ആണോ? ശരിക്കും സത്യമാ? നിങ്ങളാണ് സത്യം. ചേർത്ത് പിടിച്ചെന്ന് പറയുമ്പോ എന്താ അർത്ഥം? അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ മാത്രമുള്ള ബന്ധം എന്തായിരിക്കുമെന്ന്. ഒറ്റ പ്രാവശ്യം നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ഹൃദയത്തോടെ അടുപ്പിക്ക്. എന്റെ സ്ഥാനം എന്താണെന്ന് ആ ഹൃദയം പറഞ്ഞു തരും. എന്താ ഏട്ടാ തോന്നുന്നത്? ഞാൻ നിങ്ങളുടെ ആരാണെന്ന് ഏട്ടാ തോന്നുന്നേ? എന്റെ സോൾമേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അവനി. എന്റെ പാതിയായിരുന്നു നീ എന്നും നിന്റെ പാതിയായിരുന്നു ഞാനെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഈ തോന്നല് അത് സത്യമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് സത്യമാവാൻ പോവാ. ഇതിന്റെ സത്യം എന്താണെന്ന് എനിക്കിപ്പോ അറിയണം. അവനി ഇങ്ങോട്ട് വരാൻ. എന്റെ പേഴ്സണൽ ലാപ്ടോപ്പില് നമ്മൾ രണ്ടുപേരും ക്ലോസ് ആയി നിൽക്കുന്ന ആ ഫോട്ടോസ് എങ്ങനെ വന്നേ? പറയോ അവനി. അത് പിന്നീട് അത് ദയവേദി ഈ ഫോട്ടോസ് സത്യമാണെന്ന് മാത്രം നീ പറഞ്ഞേക്കരുത്. ഇതൊക്കെ ആരോ മോർഫ് ചെയ്ത ഫോട്ടോസാ. നീയും ഞാനും ക്ലോസ് ആയിരുന്നെന്ന് കാണിക്കാൻ മോർഫിംഗ് ചെയ്ത ഫോട്ടോസ് എന്റെ സിസ്റ്റത്തിൽ നീ എന്തിനാ വെറുതെ സേവ് ചെയ്ത് വെച്ചത്? നിന്റെ ഉദ്ദേശം ശരിക്കും എന്താ? ഇതൊന്നും അത്ര നല്ല കാര്യമല്ല അവനി. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഏട്ടാ. അപ്പോ ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്നാണോ? വിശ്വസിക്കില്ല. നീ പേരിന് എന്റെ മുറപ്പെണ്ണായിരിക്കും, പക്ഷേ
ഇപ്പൊ ഈ കാണിച്ചത് മാത്രം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? നിഹാരിക എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവക്ക് എത്രമാത്രം വിഷമാവും? എല്ലാവരും പറയുന്നത് പോലെ ഇനി അഥവാ എന്നോട് നിനക്കെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് പ്രേമമാണെങ്കിലും മറ്റെന്താണെങ്കിലും മനസ്സിന്ന് കളഞ്ഞേക്കേ. നിന്റെ ആഗ്രഹം സ്വപ്നത്തിൽ പോലും നടക്കില്ല. ഒരാഴ്ച കഴിഞ്ഞ എന്റെ നിഹാരികയുടെയും കല്യാണമാണ്. നിന്റെ വികാസിന്റെയും കല്യാണമല്ലേ? ഇത്തരം പിക്സ് വികാസ് എങ്ങാനും കണ്ടു കഴിഞ്ഞ എന്തുമാത്രം മോശമാണത്. ഷേ, വികാസിന് എന്നെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇല്ലാതാവില്ലേ? ഞാനും നിഹാരികയും തമ്മിലുള്ള വിവാഹം ഒരു തടസ്സവും കൂടാതെ നടക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ നിഹാരിക കൂടമെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാ. നീയും അതുപോലെ നിന്റെ കല്യാണത്തിന് വേണ്ടി നാളെ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചോ. ശരിക്കും നിന്റെ ഉദ്ദേശം എന്താ? നിങ്ങള് എന്നെ... നീ ഇനി ഒന്നും പറയണ്ട. എനിക്ക് നിന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ട്. ദയവേത് അത് ഇല്ലാതാക്കരുത്. നിന്നോട് എനിക്കുള്ള ബഹുമാനം ഇല്ലാതാക്കരുതെന്ന്. ഇങ്ങനെ ഓരോന്ന് ചെയ്താ നല്ലതിനായിരിക്കില്ല. ഇറങ്ങിപ്പോയി വിടുന്ന്. പോവാൻ പറഞ്ഞില്ലേ? അമ്മേ, മഹാകാളി അമ്മേ, നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. നോക്ക് സ്വാമി, പറഞ്ഞോളൂ. ഇതെന്റെ മകളാ. ഇപ്പൊ ഗവൺമെന്റ് ജോലിയും കിട്ടിയിട്ടുണ്ട്. ദൈവകൃപ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ ഒരൊറ്റ പരാതി. എന്താ പറ്റിയേ? കഴിഞ്ഞ 2 വർഷമായി ഇവളുടെ കല്യാണം നടത്താൻ നോക്കുക. നല്ല ആലോചനകൾ വന്നിട്ടും അവസാനം മുടങ്ങി പോവാ. മകളുടെ ഭാവി എന്താകുമെന്ന് അറിയണമെന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് നോക്കുക. എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. എന്താന്ന് വെച്ചാൽ അവർ ഭാവി പറയുന്നവരാ. സാക്ഷാൽ അമ്മ തന്നെ ഇന്നത്തെ പൂജ കഴിയുന്ന സമയത്ത് അവരുടെ ദേഹത്ത് പ്രവേശിക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഭാവി പറയിക്കും. അപ്പൊ നിങ്ങൾ ചെന്ന് അവരുടെ മുമ്പിൽ നിൽക്കണം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് വെച്ചാ നിങ്ങളുടെ മോളുടെ കല്യാണത്തെക്കുറിച്ച് അവർ പറയും. ചെന്നോളൂ. ആയിക്കോട്ടെ സ്വാമി. പോയി വരൂ. ആവിനി എന്നോട് പൂജ നടത്തുന്നിടത്തേക്ക് വരാൻ പറഞ്ഞെങ്കിലും അങ്ങോട്ട് പോകാനായിട്ട് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാ അവിടെ വെച്ചാ നിഹാരികയ്ക്ക് അംഗീകാരങ്ങളും ആവിനിക്ക് അപമാനവും ഉണ്ടാവാൻ പോകുന്നേ. കണ്ട് സഹിച്ചു നിൽക്കാനല്ലാതെ എനിക്ക് ഒന്നിനും കഴിയില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ മഹാകാളി സാക്ഷിയായി ആവിനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. നല്ലത് നടക്കണമെങ്കിൽ
ആവനിയുടെ കല്യാണക്കാരി അവരറിയണം. കല്യാണക്കാരും പുറത്തറിയണമെങ്കിൽ ആവനിയുടെ കഴുത്തി കിടക്കണ താലി പുറത്ത് കാണിക്കണം. താലി കാണിച്ചു കൊടുത്തതുകൊണ്ട് മാത്രം ആരും വിശ്വസിക്കില്ല. ഓർമ്മ നഷ്ടപ്പെട്ട ശ്രീകർ അവനാണ് താലി കിട്ടിയതെന്ന് പറയില്ല. എല്ലാവരും വിശ്വസിക്കണമെങ്കിൽ ആവനിയുടെ ശ്രീകറിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാരും കാണിക്കണം. അപ്പൊ ഉറപ്പായിട്ടും എല്ലാരും അംഗീകരിക്കും. സമയാവട്ടെ, സാഹചര്യം വരട്ടെ എന്ന് കരുതി ഞാനും ആവനെയും വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ല. പശു ചത്തതിന് ശേഷം മാല കെട്ടുന്ന പോലെയാവും. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആ സർട്ടിഫിക്കറ്റ് ഞാൻ അവരെ കാണിക്കും. ഞാൻ സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ചതായിരുന്നല്ലോ, എന്നിട്ട് അതിപ്പോ കാണുന്നില്ലല്ലോ. എവിടെ പോയത്? എന്റെ ഈശ്വര, ഭദ്രമായിട്ട് ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ച സർട്ടിഫിക്കറ്റ് എവിടെ പോയി? എന്തിനാ ഈ പരീക്ഷണം? ശ്രീകറിന് ഇപ്പൊ ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് നിന്റെ അടുത്ത് വെക്കുന്നത് അത്ര നല്ലതല്ല. ഇത് ഞാൻ ഇവിടെ വെച്ചോളാം. ശരി ചേച്ചി. അവളുടെ വീട്ടിൽ വെക്കാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് തന്നതാ. അതിവിടുന്ന് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞ് അവൾക്ക് സഹിക്കില്ല. അതെനിക്ക് കാണിച്ചു താ ഭഗവാനെ. മോള് പറഞ്ഞോളൂ. എന്റെ ശത്രു ഒരുത്തിയുണ്ട്. നാളെ പൂജയ്ക്ക് അവള് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും അമ്മയുടെ മുമ്പില് കുടം സമർപ്പിച്ചിരിക്കുമെന്ന് എന്നോട് അവള് ചലഞ്ച് ചെയ്തു. അവളത് സമർപ്പിക്കാൻ പാടില്ല. അതിനെനിക്ക് നിന്റെ സഹായം വേണം. എന്റെ പച്ചമരുന്ന് വെച്ച് വയറ്റിലുള്ള കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ പറ്റും എനിക്ക്. എന്ത് ചെയ്യണോന്ന് പറഞ്ഞാട്ടെ. നീ എന്ത് ചെയ്യണോന്ന് വെച്ചാ അതാ നീ ആകെ ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അതിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. മോളി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നിസ്സാരമാണ്. അല്ല, അവളെ ഞാൻ എങ്ങനെ തിരിച്ചറിയാം? ഇത് നടന്നു കൂട്ടിക്കോ. എന്റെ ആൾക്കാര് നിന്നെ നേരിട്ട് വന്ന് കണ്ടോളൂ. അങ്ങനെ ആയിക്കോട്ടെ. ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മ നിറവേറ്റി തരട്ടെ എന്ന ആശംസകളോടെ കമ്മിറ്റി. വെറും കോമഡിയാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? കുടം അമ്മയുടെ മുമ്പിൽ വെച്ച് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രാർത്ഥിച്ചാ അമ്മ നിറവേറ്റി തരുവോ? ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുവോ? അളിയ, അങ്ങനൊന്നും പറയല്ലേ. കണ്ണും കാലുമൊക്കെ പോട്ടോ. മഹാകാളിയമ്മയുടെ ശക്തി നിനക്ക് അറിയാത്തത് കൊണ്ടാ. ഇവന് ദൈവവും ചെകുത്താനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പോലും അറിയില്ല. നമ്മളെ ടോർച്ചർ ചെയ്യാനാണെങ്കിൽ അവന് നന്നായിട്ട് അറിയാൻ പറ്റും. എല്ലാവർക്കും എല്ലാം അറിയണമെന്ന് നിയമമുണ്ടോ? ചിലർ ചില കാര്യത്തിൽ എക്സ്പേർട്സ് ആയിരിക്കും. അതെന്തായാലും ശരിയാ. ഈയിടെയായിട്ട് നീ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായടാ. ഒരു കാര്യം പറയട്ടെ. നീ പറയുന്നത് കേൾക്കാനാണല്ലോ ഞങ്ങളിവിടെ നിൽക്കുന്നത്. വെറുതെ കണ്ടിന്യൂവസ് ആയിട്ട് എന്നെ ചൊറിയല്ലേ അളിയ. ദേഷ്യം പിടിച്ചാ അത് നിങ്ങൾക്ക് വിഷമമാകും. ആയിക്കോട്ടെ, നീ കാര്യം എന്താണെന്ന് പറ. ഒന്നും ഇല്ലളിയ. ഈ ദാമ്പത്യത്തില് ഒരാള് തീയാണ്, ഒരാള് വെള്ളവും. ഒരാൾ ആടെങ്കിൽ മറ്റേയാള് പുലി. ഒരാള് ദേവഗണമാണെങ്കിൽ മറ്റേയാള് രാക്ഷസഗണമാവും എന്നല്ലേ? ആ ആംഗിളിൽ നോക്കുമ്പോൾ
ഞാൻ രാവണാസുരനെ പോലെ വലിയ ഭക്തനൊന്നും അല്ലെങ്കിലും എൻ്റെ ഭാര്യ ആവണി വലിയ ഭക്തയല്ലേ, ലെവലായി പോയിക്കോളും. അവണി എന്നെ സംരക്ഷിച്ചോളും. അതല്ല, ഭാര്യ എന്നൊക്കെ പറയുന്ന കേട്ട കല്യാണം കഴിഞ്ഞതുപോലെയാണല്ലോ. കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിലും എപ്പോഴെന്ത് സംഭവിക്കുന്ന ആർക്കാണ് പറയാൻ സാധിക്കുക? നിങ്ങളിങ്ങനെ നെഗറ്റീവായി സംസാരിക്കും തോറും നിങ്ങളുടെ പ്രശ്നങ്ങളും കൂടും. ഒന്നോർത്തു വച്ചാൽ മതി. വികാസേ, ആവണിയും നിഹാരികയും ഇതുവരെ കുടങ്ങളുമായി എത്തിയില്ലല്ലോ. ഇതാ നോക്ക്, അവരെത്തിയല്ലോ. വാ. നീ എടുക്കുന്ന കുടം പക്ഷേ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമർപ്പിച്ച് കാണിച്ചു തരാം. സമർപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ കുടം സമർപ്പിക്കാതിരിക്കാൻ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നിന്നെ വില കുറച്ച് കാണാൻ കഴിയില്ല. അമ്മേ തായേ, നിഹാരിക്ക് എന്തെങ്കിലും കെണി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ കെണിയിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ബാധ്യത ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ ഇന്ന് കുടം സമർപ്പിക്കുമല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും നീ സമർപ്പിക്കില്ല. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു മരുന്ന് തയ്യാറാകുന്നുണ്ട്. എല്ലാവരുടെയും കൂട്ടത്തിൽ പോകാതെ ഇങ്ങനെ മാറി വന്ന് നിൽക്കുന്ന എന്തിനാ നിഹാരിക? നിന്റെ ക്യാരക്ടർ വെച്ച് നീ ഇങ്ങനെ കുടമെടുത്ത് നിൽക്കുന്ന കാണുമ്പോ ചിരി വരുന്നുണ്ട് നിഹാരിക. നിന്നെ പോലുള്ളവർക്ക് അമ്പലത്തിലേക്ക് വരാമെങ്കിൽ ഞാൻ ഈ കുടം എടുക്കുന്നതിൽ എന്താ തെറ്റ്? നിന്റെ ക്യാരക്ടർ എനിക്ക് അറിയാലോ. ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ആൾക്കാര് എന്നെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാൽ എനിക്ക് ശരിക്കും നല്ല ദേഷ്യം വരും. സെയിം ടു യു. ഓഫ്, എന്റെ പൊന്നു ദൈവമേ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ വഴക്കൊക്കെ വേദവതിയമ്മ കണ്ടു കഴിഞ്ഞാ ഇതോടെ എല്ലാത്തിനും തീരുമാനമാവും. അതിരിക്കട്ടെ, നീ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് വന്നു മോളെ? ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. ഇന്നത്തെ പൂജയ്ക്ക് നിർബന്ധമായിട്ട് വരണം എന്നൊക്കെ അവനെ അവളുടെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പുണ്യാളൻ ഒരു വലിയ കാര്യം ചെയ്ത് വച്ചിട്ടുണ്ടല്ലോ. സുജാത എങ്ങാനും വിക്കി എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. സുജാത വന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ അവസാനിക്കും. ഇനി അഥവാ വന്നാ ഭൂകമ്പം തന്നെ ഉണ്ടാവും. അത് പിന്നെ പറയണോ? ഇന്നപ്പോ വളരെ വലിയൊരു പ്രശ്നം നടക്കുമെന്ന് ഉറപ്പായി. ഇത്രയും നേരം മനസമാധാനത്തോടെ നിന്നതാ ഞാൻ. ഇപ്പോ എന്റെ മനസമാധാനം പോയി കിട്ടി. നിങ്ങളാരും ടെൻഷൻ ആവല്ലേ. സുജാത കാരണം നിങ്ങളെക്കാൾ അപകടമുള്ളത് എനിക്കാണെന്ന് അറിയുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആ സുജാത തീർച്ചയായിട്ടും വരുമെന്ന് ഞാൻ നേരത്തെ ഊഹിച്ചത് കൊണ്ടും എനിക്ക് എൻ്റെതായ പ്ലാൻ ഉണ്ട്. എന്താണാവോ പ്ലാൻ? സുജാത ഇങ്ങോട്ട് വരില്ല. കഴിയില്ല. അവളെ തടയാൻ ഒരുത്തനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നിങ്ങളാരും ടെൻഷൻ ആവണ്ട. ഇന്നേരം കൊണ്ട് അവൻ ആ വീടിന്റെ മുമ്പിൽ കാല് വെച്ച് കാണും. അന്ന് ലാവണ്യ വന്ന ദിവസം സർട്ടിഫിക്കറ്റ് ഞാൻ എവിടെ വെച്ചിരുന്നേ? ഇതിപ്പോ എവിടെ പോയാവോ? പൂജ ഇപ്പൊ തുടങ്ങി കാണും.
എനിക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് പോയി ആവനിയുടെ ശ്രീകരന്റെ കല്യാണ കാര്യം എങ്ങനെയെങ്കിലും എല്ലാരെയും അറിയിക്കണം. ആരാ വാതിലടച്ചത്? വാതിൽ തുറക്ക്. ഞാൻ തുറക്കില്ല.